അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാനിന്നേ ഒരു ബോട്ടം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബോംബെ ബോട്ടം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ബോംബെ സാധാരണ ബോട്ടം പോലെ തന്നെയാണ് കണ്ടത്. ആ സീറ്റ് പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്ലേറ്റഡ് ബോട്ടം തയ്ക്കില്ലേ, ആ ഒരു മെത്തേഡാണ് കട്ടിങ് ഒക്കെ. പക്ഷേ താഴ്ഭാഗത്ത് കുറച്ച് വീതിയിൽ മടക്കി വെക്കണം. അതായത് പോലെ നമ്മുടെ പെൻസിൽ ബോട്ടമൊക്കെ മടക്കി വെക്കൂലേ, എന്ന പോലെ നമ്മളൊരു 4 ഇഞ്ച് മടക്കും. നമ്മൾ നോർമൽ ബോട്ടം എന്ന് പറയുമ്പോൾ താഴത്ത് ഇങ്ങനെ വക്രം വെച്ചിട്ട് ചെറുതായിട്ടല്ലേ മടക്കി വെക്കുക. ഇതിന് നമ്മൾ ഒരു 4 ഇഞ്ച് ഞാൻ കാണിച്ചു തരാം. 4 ഇഞ്ച് ഞാൻ എന്താ മടക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് മടക്കിയിട്ടിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഞാൻ കാണിച്ചു തരാത്ത, നോർമൽ ബോട്ടം കട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മളിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. സീറ്റും കാര്യങ്ങളും അതായത് ക്രോച്ച് ഭാഗമൊക്കെ നമ്മുടെ നോർമൽ ബോട്ടം വെട്ടുന്ന പോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തയ്ക്കുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് താഴെ വെക്കാനായിട്ട് നമ്മൾ വക്രമല്ലേ സാധാരണ ബോട്ടത്തിൽ വെക്കണം. ഇതിന് നമ്മൾ ക്യാൻവാസാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. 3 ഇഞ്ച് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ആ 3 ഇഞ്ച് നമുക്ക് ക്യാൻവാസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ തയ്ച്ച് കഴിഞ്ഞ് തേക്കുമ്പോഴുണ്ടല്ലോ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ വെട്ടുമ്പോൾ കണ്ട ഇതേപോലെ തന്നെ മടക്കിയിട്ടിട്ട് തന്നെ വെട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നേരെ വെട്ടിയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഈ ക്യാൻവാസ് ഇവിടെ പുറത്തിങ്ങനെ കാണും. അപ്പോൾ ഇങ്ങനെ തന്നെ വെട്ടുകയാണെങ്കിൽ ക്യാൻവാസ് ഇതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ഇരുന്നോളും, ഒട്ടും പുറത്ത് കാണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തയ്ക്കുന്ന ഇങ്ങനെയാണ് നോക്കാം. അപ്പം 4 ഇഞ്ചാണ് നമ്മൾ കൂടുതൽ, അതായത് ബോട്ടം വെട്ടിയതിനേക്കാളും കൂടുതൽ തയ്യൽ തുമ്പ് കൊടുത്തേക്കണത്. 3 ഇഞ്ചാണ് നമ്മൾ ക്യാൻവാസ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ അതാ ക്യാൻവാസ് ഇങ്ങനെ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് കേട്ടോ ക്യാൻവാസ് എടുത്തിട്ടുള്ളത്. എന്നാലല്ലേ നമുക്കിങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കോർണറിലുള്ള ആ ഒരു കട്ടിങ് കണ്ടോ, അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ക്യാൻവാസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. പശയുള്ള ഭാഗമോ പശയില്ലാത്ത ഭാഗമോ അങ്ങനെയൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. പക്ഷേ ഒട്ടിക്കണേനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ നമുക്ക് തയ്ച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഒട്ടിച്ചെടുക്കുക. നല്ലോണം തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ കേട്ടോ. അപ്പോൾ അതാ നോക്കി ആ ഒരു കോർണർ ഭാഗം കീപ്പ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള ക്യാൻവാസ് ഉണ്ടല്ലോ, അത് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചാലും മതി. ഇതാ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലും ആ ഒരു കോർണർ ഭാഗം കീപ്പ് ചെയ്ത് തന്നെ അടിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, എൻഡ് ഭാഗം ഒന്നിങ്ങനെ അകത്തേക്ക് വെച്ച് മടക്കിയെടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടി കൂടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇത്രയും വീതിയും കൂടെ വരുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ കട്ടിയുള്ള ക്യാൻവാസ് വേണമെന്നില്ല, വക്രം വേണമെന്നില്ല. സാധാരണ ഈ നമ്മൾ കഴുത്തൊക്കെ ഒട്ടിക്കണ ക്യാൻവാസ് എടുത്താൽ മതി. എന്നിട്ട് അതിനിങ്ങനെ മടക്കിയിട്ട് നമുക്കിനി ഇത് ഒന്ന് അടിച്ചു കൊടുക്കണം. അടിക്കുമ്പോണ്ടല്ലോ ഏത് ഡിസൈനിൽ വേണമെങ്കിലും അടിക്കട്ടെ. ഇങ്ങനെ വളച്ചൊക്കെ അടിച്ചെടുക്കുമല്ലോ. ഇതിപ്പോൾ ഈ സൈഡ് നേരെ അടിക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു സ്റ്റിച്ചിട്ട് അടുപ്പിച്ച് ഓരോ സ്റ്റിച്ചിട്ട് എടുക്കുക. അതായത് 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് വന്ന ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ വെട്ടിക്കളയാം. ആ ക്യാൻവാസിൻ്റെ എൻഡ് ഭാഗമൊക്കെ വെട്ടിക്കളയാം കേട്ടോ. അത് ലാസ്റ്റ് വെട്ടിയാലും മതി, ഇടയ്ക്ക് വെട്ടിയാലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ വെട്ടിയാലും മതി കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മളത് അടിച്ചെടുക്കണം. നല്ല വശത്താണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അടിക്കണത്. അപ്പോൾ ഓരോ സൈഡ് തന്നെ അടിക്കാൻ നോക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് അടിച്ച് ചുളുക്കുകൾ വീഴാതിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഇത്രയും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ തുമ്പ് ഇങ്ങനെ കയറി വന്നതേ കട്ട് ചെയ്ത് കൊടുത്ത് അപ്പുറം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി 1/4 ഇഞ്ച്, അതായത് നമ്മുടെ ഈ ഫുട്ട് ഉണ്ടല്ലോ, പ്രഷർ ഫുട്ട്, അതിൻ്റെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഈ ബോട്ടം നല്ല ഭംഗിയാണ് കേട്ടോ. ബോംബെക്കാരുടെ ഡ്രസ്സ് നിങ്ങൾ വീഡിയോയിലോ മറ്റോ കാണുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അവരുടെ ബോട്ടം ഇങ്ങനത്തെയാണ്. അപ്പോൾ താഴ്ഭാഗത്ത് ഇത്രയും വീതിയിലാണ് അവർ ഇങ്ങനെ ഈ സംഭവം വെക്കുക. നമ്മുടെ ഇവിടെയൊക്കെയാണ് 1 ഇഞ്ച് വീതിയിലുള്ള വക്രം വെക്കണം കേട്ടോ. പക്ഷേ ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, ഇത് തന്നെ വേണം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി തയ്ച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണത് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ അടുപ്പിച്ച് നമുക്കിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ സെയിം കളർ നൂല് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ നേരെ അടിക്കണത്, നിങ്ങൾക്കിങ്ങനെ ഒരെണ്ണം നേരെ അടിച്ച് അടുത്തത് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ വളച്ചടിച്ച് ഇങ്ങനെ സിഗ്സാക്ക് പോലെ അടിച്ചിട്ട് പിന്നെ അടുത്തത് നേരെ അടിച്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്, ഇങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പിച്ച് സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിലൊരു നമ്പർ ശ്രദ്ധിച്ചില്ലേ, അത് നമ്മുടെ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് മോഡൽ ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ബ്ലൗസ് മാത്രം വേണമെങ്കിൽ അങ്ങനെ, ചുരിദാർ മാത്രം വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബേസിക്കായിട്ട് തുടക്കം മുതൽ പഠിക്കുന്നവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യൂ. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ബോട്ടം ഫുള്ളായിട്ട് ഞാൻ അടിഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളഞ്ഞൊന്നും പോകരുത് കേട്ടോ, നേരെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് 2 കാലും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താണെന്നറിയോ, സൈഡ് കൂട്ടണം. ഇങ്ങനെ ചുളുങ്ങി പോകുന്നില്ല കേട്ടോ, നന്നായിട്ട് തേച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് നിൽക്കും. നല്ല അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം കാൽവണ്ണം വേണം എന്ന് അളന്ന് നോക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 6 ഇഞ്ചാണ് കേട്ടോ കാൽവണ്ണം കൊടുക്കുന്നത്. ഈ 6 ഇഞ്ച് എടുക്കുമ്പോൾ സുഖമായിട്ട് കാല് കയറുകയും ചെയ്യും, എന്നാൽ കാലിൻ്റെ ഉപ്പൂറ്റി കവർ ചെയ്ത് ഇറങ്ങി പോകുകയില്ല. അതവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ്, ആ 1 ഇഞ്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ക്രോച്ചിലേക്കാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. ക്രോച്ചിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ക്രോച്ചിൻ്റെ ആ ഭാഗം 1/2 ഇഞ്ചാക്കി കൊടുക്കുക. ഒരുപാട് തയ്യൽ തുമ്പ് ക്രോച്ച് ഭാഗത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, നടുഭാഗം ഇങ്ങനെ കയറി പോണത് പോലെ തോന്നും കേട്ടോ. അപ്പോൾ അത് ക്രോച്ച് എത്തിയിട്ടുണ്ട്. ക്രോച്ചിൻ്റെ ആ ഭാഗം എൻ്റെ ഭാഗം വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അറ്റം വരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരക്കണമെന്നില്ല കേട്ടോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒന്ന് വരച്ച് കാണിച്ചു തന്നത്. അപ്പോൾ വരച്ചതിന് ശേഷം അടിക്കുകയാണെങ്കിൽ ഒട്ടും വളഞ്ഞു പോകില്ല. പിന്നെ ഒരുപാട് ഡാർക്ക് ചെയ്ത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്കിൻ്റെ പൊടി മെഷീനിലേക്ക് കയറിയാലും മെഷീൻ കംപ്ലൈൻ്റ് ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് തന്നെയാണല്ലോ നഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഞാൻ നോക്കി നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് അടിച്ചെടുക്കുകയാണേ. ഇനി മറ്റേ കാലും ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. 2 കാലും അടിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ക്രോച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 സ്റ്റിച്ചൊക്കെ നമ്മൾ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ക്രോച്ച് ജോയിൻ ചെയ്യാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ളതാണ്, എന്നാലും ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ കണ്ടോളൂ കേട്ടോ. ഇതാണ് ബോംബെ ബോട്ടം, അടിപൊളി ബോട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സ് ഇടുന്നതിലും വ്യത്യാസമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിനും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കി, ക്രോച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയിട്ടുണ്ടോ എന്ന് നോക്കുക. ജംഗ്ഷൻ കറക്റ്റായിട്ട് വരണം, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ വരാൻ പാടില്ല. അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കയറ്റി വിട്ടാൽ മതി. എന്നാലും അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രോച്ച് ഭാഗം ആദ്യം അടിച്ച് വരുന്ന അടുപ്പ് വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ കൂടുതലൊക്കെ വരണം കേട്ടോ. അപ്പോൾ ഈ ജംഗ്ഷൻ എത്തുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തയ്യൽ തുമ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ തയ്യൽ തുമ്പിലേക്ക് കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമ്പോൾ നടുഭാഗം കയറി പോകും കേട്ടോ. പലരുടെയും പ്രശ്നം അതാണ്. എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. നല്ല ചൂടാണല്ലോ ഇപ്പോൾ, ഭയങ്കര ചൂടായതുകൊണ്ടുണ്ടല്ലോ ശ്രദ്ധിക്കാതെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ഡയറക്റ്റ് എടുത്തങ്ങ് കുടിക്കും. അപ്പോൾ തൊണ്ട ഡാമേജ് ആവുകയും സൗണ്ട് മാറുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ക്രോച്ചൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് കൂട്ടിയെടുക്കണം. ബോക്സ് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇത് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ബോക്സ്. അപ്പോൾ ബോക്സിന് ഒരു ഇത്തിരി വീതി കുറവുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടം വെട്ടണത് അറിയാമെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ബോട്ടമൊക്കെ ഞാൻ വെട്ടി കാണിച്ചു തരാം. അപ്പോൾ ആ പീസൊക്കെ ഞാൻ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ 2 മടക്കി കൊടുക്കുക. ഒരു സൈഡ് അടിച്ചിട്ട് നമുക്കവിടെ വള്ളി ഇടാനുള്ള പടിയൊക്കെ അടിച്ചു കൊടുക്കണം.
നമുക്ക് ബോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പല മോഡൽ ബോട്ടം ഉണ്ട് കേട്ടോ. കുറേ മോഡലുകളുണ്ട്. പെൻസിൽ ബോട്ടം, പലാസോ ബോട്ടം, സ്കേർട്ട് പലാസോ എന്ന് വേണ്ട കുറേ മോഡൽ ബോട്ടങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മോഡൽ ബോട്ടം വരുമ്പോഴേ അതൊക്കെ നമ്മുടെ അഡ്വാൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ബോട്ടവും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം, ഡീറ്റെയിൽസും വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാ നോക്കി മോൾ ഭാഗം നമ്മൾ നമ്മുടെ വള്ളി ഇടുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് അടിച്ച് ഇതുപോലെ സ്ലിറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വേണമെങ്കിൽ ഇവിടെ നിന്നാണ് തിരിച്ചു പോകാൻ, ഞാൻ പക്ഷേ അറ്റത്തേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അത്രയും ഫിനിഷിങ്ങിലിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യാൻ നിൽക്കണം. ഇവിടെ പിന്നെ തേരായതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മടക്കാത്തത്. അവിടെ തേര് ഭാഗമാണ്. അപ്പോൾ ദാ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. ഇനി നമുക്ക് ഈ എൻഡ് ഭാഗം ഒന്ന് മടക്കിയിട്ട് റൗണ്ടിലടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്നുകൂടെ മടക്കി നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് അടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ആ വള്ളി ഇടുന്ന ഭാഗം കയറി ഇറങ്ങിയൊന്നും പോരുത്, ഒരേ ലെവലിൽ തന്നെ വരണം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ബോക്സ് അടിക്കുന്നത്. ഇതിപ്പോൾ ചുടി ബോട്ടത്തിനൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ബോക്സ് മോഡൽ ചുടി ബോട്ടമൊക്കെ ഇങ്ങനെ തന്നെയാണ് അടിക്കുന്നത്. ഏത് ബോട്ടത്തിനും സീറ്റ് പോർഷൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കറക്റ്റായിട്ട് നമ്മുടെ ആ എൻഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, നൂലിടുന്ന ഭാഗം, അതായത് ചരടിടുന്ന ഭാഗമൊക്കെ അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കണം. ബാക്ക് സൈഡിൽ നമ്മളൊരു ബോക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ബോക്സ് പ്ലേറ്റ് ഇല്ലേ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മാത്രമാണ് പ്ലേറ്റ്സ് ഇടുന്നത്. ഈ മോഡലിന് അങ്ങനെയാട്ടോ, സൈഡിൽ വരില്ല. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കുറേ ഹിന്ദിക്കാരൊക്കെ താമസിക്കണ്ടേ. നമ്മുടെ ഈ ഏരിയയിൽ ഹിന്ദിക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ. ബോംബെയിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ ഉള്ളവരുണ്ട്. അവരൊക്കെ ഇടുന്ന ബോട്ടം ഇതാണ്. നല്ലോണം പ്ലേറ്റഡ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ പട്ടിയാല പോലത്തെ ബോട്ടം ഇടും കേട്ടോ. പക്ഷേ അവരുടെ ടോപ്പിന് ഇത്തിരി ഇറക്കം കുറവാണ്. അപ്പോൾ ഇതേ ബോക്സ് ഇടണം ശ്രദ്ധിച്ചോ കേട്ടോ. ഇങ്ങനെ മടക്കി, അതായത് ഞാൻ അടിക്കുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ഈ ബോക്സ് പ്ലേറ്റഡ് സ്കേർട്ടില്ലേ അത് തയ്ക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ ഒരു ബോക്സ് ഇട്ടാൽ മതി കേട്ടോ, ഒരുപാടൊന്നും ഇടണ്ട. ഞാൻ ആ നമ്മുടെ സീറ്റ് പീസ് മാറ്റി വെച്ചു. ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് അത് മടക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അത് ഇപ്പുറത്തുനിന്നും അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് ബാക്കിൽ നമ്മൾ ബോക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഇരിക്കുമ്പോൾ പൊട്ടി കീറൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനെ പ്ലേറ്റ്സ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പൊട്ടി കീറാനൊക്കെ സാധ്യത കൂടുതലാണല്ലേ. ഇതിന് നല്ല ഭംഗി. പിന്നെ ഹിന്ദിക്കാരടിക്കുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ എന്തെന്നാ പറയുക, ക്രോച്ചിലൊരു സ്ക്വയറായിട്ട് നമ്മുടെ ഇവിടെ ചിപ്പി എന്ന് പറയും, അത് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഹിന്ദിക്കാരുടെ ഭാഷയിൽ അവർ മിയാനി എന്നാണ് പറയണത്. ചിലപ്പോൾ അവരുടെ ലാംഗ്വേജിൽ അതായിരിക്കും. അവർ മിയാനി എന്നാണ് പറയണത്. നമ്മുടെ അടുത്ത് ഇപ്പോൾ തയ്ക്കാനൊക്കെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവർ പറയും മിയാനി വെക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. ഹിന്ദിയിലാണ് പറയണത്. അപ്പോൾ അവർ മിയാനി എന്ന് പറയും, നമ്മളിവിടെ ചിപ്പി എന്ന് പറയും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ആ ബോട്ടത്തിൻ്റെ ആ എൻഡ്, അതായത് മിഡിൽ ഭാഗം നല്ല ലൂസായിട്ടിരിക്കും കേട്ടോ. എന്തായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്യണത്? ഇവർ ഇരുന്നുകൊണ്ടാണല്ലോ കൂടുതലും പണി ചെയ്യണത്. നമ്മളെപ്പോലെയല്ല, കിച്ചണിലാണെങ്കിലും ഇരുന്നിട്ടാണ് ചെയ്യണത്, അലക്കാണെങ്കിലും ഇരുന്നിട്ടാണ് ചെയ്യണത്. അവരെല്ലാ വർക്കും ചെയ്യണത് ഇരുന്നിട്ടാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ ഒരു രീതി. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മൾ അടുക്കളയിലൊക്കെ നിന്നുണ്ടല്ലേ പണിയെടുക്കണത്. മാക്സിമം തേങ്ങ ഇരണ്ടാൽ മാത്രമായിരുന്നു മുമ്പൊക്കെ ഇരുന്നിരുന്നത്. ഇപ്പോഴതും നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് നോക്കിയാൽ നമ്മൾ ആ നോട്ട്സ് ഇട്ടില്ലേ അത് കറക്റ്റ് ആ ബോക്സിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ അടിക്കണത്. അപ്പോൾ അവർക്ക് ഇരുന്ന് പണിയെടുക്കാനുള്ള സൗകര്യത്തിനായിരിക്കും അവരിങ്ങനെ ബോട്ടം നല്ല ലൂസിൽ തയ്ക്കണത്. നല്ല ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടേ. നമ്മുടെ ബോട്ടമൊക്കെ ഇട്ടിട്ട് നമ്മളൊന്നും ഇരുന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഇരുന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ മൂഡ് വിട്ടിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല. ഇത് എത്ര ഇരുന്നാലും ഇതിൻ്റെ സീറ്റ് പീസിനോ അല്ലെങ്കിൽ ജംഗ്ഷനോ ഒന്നും പറ്റില്ല. ആ മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ആ ബോക്സ് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പ്ലെയിനായിട്ട് വന്നിട്ട് ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് കുഞ്ഞു പ്ലേസ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് പ്ലേസാണ് എപ്പോഴും നമ്മൾ ബോട്ടത്തിന് കൊടുക്കുന്നത്. പക്ഷേ ഇതിന് നമ്മൾ ബോംബെ ബോട്ടത്തിന് 1/4 ഇഞ്ച് പ്ലേസ് ഇട്ട് കൊടുക്കണേ. ഞാൻ സംസാരിക്കുമ്പോൾ വേറെ ആരോ സംസാരിക്കണ പോലെ തോന്നണുണ്ടോ? എനിക്ക് തന്നെ തോന്നണ അങ്ങനെ വേറെ ആരോ ആണോ സംസാരിക്കണമെന്ന്. എൻ്റെ സൗണ്ട് എൻ്റെ ചെവിയിലേക്ക് വരുമ്പോൾ വേറെ സൗണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ.
അപ്പോൾ എന്തായാലും കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇടുക. പ്ലേറ്റ്സ് ഇട്ടിട്ട് എനിക്ക് ബോട്ടം നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മുടെ ഷോപ്പിൽ എപ്പോഴും തയ്ക്കാറുണ്ട്. നമുക്ക് 1-2 കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ ഇവിടുത്തെ മലയാളീസ് തന്നെയാണ്, പക്ഷേ അവർ ബോംബെയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, അവരവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റൈലിലാണ് അവരിപ്പോഴും ഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കയ്യിലൊക്കെ കുഞ്ഞു കുഞ്ഞു പഫൊക്കെ ഇട്ടിട്ട് അവരുടെ രീതിക്കാണ് ഇപ്പോഴും നമ്മളെ കൊണ്ടാണെങ്കിലും അവിടുത്തെ പാറ്റേൺ കാണിച്ചിട്ടാണ് തയ്പ്പിക്കുന്നത്. അപ്പോൾ അവർ പറയണം അവിടെ വെച്ചിട്ട് ശീലിച്ചതായതുകൊണ്ടാണ് ഇത് തന്നെ വേണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെനിക്ക് നമ്മുടെ ആ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ക്രോച്ച് ഭാഗത്തുള്ള ജോയിൻ്റ്, അത് ഫ്രണ്ടിൽ കറക്റ്റ് വരുന്നത് വരെ നമ്മളിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കണം. ഒപ്പം പിടിച്ചിട്ട് കറക്റ്റാക്കിയിട്ട് നമുക്കിങ്ങനെ പ്ലേറ്റ്സ് ഇട്ടിട്ട്, അപ്പോൾ ഒരു സൈഡാണ് നമ്മളിപ്പോൾ ഇട്ടത്. ഇനി അപ്പുറത്തെ സൈഡ് വരുമ്പോൾ അപ്പുറത്തും ഇതേപോലെ തന്നെ പ്ലേറ്റ്സ് ഇടണം. അപ്പോൾ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടിൽ എവിടെയാണോ തുടങ്ങിയത് എന്നൊക്കെ നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ കാലിലും ഇട്ട് കൊടുക്കണം. കണ്ടോ, അതാ ഇങ്ങനെ അടിച്ച് എടുക്കുക. അപ്പോൾ അതാ നോക്കി, കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സാണ് കേട്ടോ ഞാൻ ഇടണത്. ഞാൻ ഇടണ ഫുള്ള് കാണിക്കണത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോയിൻറ്റ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജോയിൻറ്റും അതിനൊപ്പം വെക്കുക. അപ്പോൾ കൂടുതലുള്ളത് വീണ്ടും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. എത്രത്തോളം പ്ലേറ്റ്സ് എവിടം വരെ വന്നിട്ടുണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ഇപ്പുറത്തേക്കും കൂടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ തയ്യൽ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന ബോട്ടോ ഈ ബോട്ടോ അല്ലേ, ചുരിദാറിൻ്റെ ആ ഏരിയ എത്തുമ്പോഴത്തേക്കൊക്കെ ഈ പ്ലേറ്റഡ് ബോട്ടമാണ് ആദ്യം പഠിക്കുന്നത്. കഴിഞ്ഞിട്ടാണ് ചുടി ബോട്ടം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ചോളം നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും കണ്ട അതേ കറക്റ്റ് അളവ് ഇപ്പുറം വിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു 3-4 ഇഞ്ച് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് ബോട്ടം നേരത്തെ ഇട്ടതുപോലെ തന്നെ പൊടി ഇങ്ങനെ കുറച്ച് വീതിയിൽ വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇത് ഒരു ഭംഗിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇടണേ കേട്ടോ. അപ്പോൾ ഫുള്ള് ഞാൻ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ 2 സൈഡിലും പ്ലേറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, സൈഡിലേക്ക് പോകരുത് കേട്ടോ. ഫ്രണ്ട് സൈഡ് തന്നെ കീപ്പ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് റൗണ്ടിൽ അടിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. അറേഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതിന് ഭംഗി കൂടുതലും ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്, ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ കമൻറ്റ് ബോക്സിലും ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിസ്റ്റും കൂടെ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, മാക്സിമം ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബോട്ടം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ അടിയിൽ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ, കാലുമ വന്നിങ്ങനെ കിടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. നിങ്ങളിനി ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്ക്, ഈ മോഡലൊക്കെ ചെയ്ത് നോക്കട്ടെ. അതിനനുസരിച്ച് തയ്യൽ തുമ്പ് എടുക്കണേ. താഴ്ഭാഗത്ത് നമ്മൾ ഈ വീതിയിൽ മടക്കാൻ, ഇപ്പോൾ ഒരുമിച്ച് നീളത്തിലെടുക്കാനില്ലെങ്കിൽ വേറൊരു പീസ് അവിടെ കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. മടക്കാനുള്ളിലേക്ക് മടക്കാനുള്ളതേ അങ്ങനെയാലും മതി. അപ്പം ഞാൻ വള്ളി ഇട്ടിട്ടില്ല, വള്ളി കടയിലാണുള്ളത്. വള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ബോട്ടായിട്ടുണ്ട്. ഇതാ ബാക്കിൽ ബോക്സൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ബോംബെ ബോട്ടം തയ്ക്കണത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ.